അതെ ഗൈസ്, അങ്ങനെ അതും സംഭവിച്ചിരിക്കുന്നു. കുറെ കാലത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഒരു റെസിൻ കോഴ്സ് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ സ്വന്തം തട്ടകമായ ഇൻസ്റ്റയിലും പിൻട്രസ്റ്റിലും ഒക്കെ ഇങ്ങനെ സ്ക്രോളിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസിൻ വർക്ക് ഒക്കെ കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാ പല ചാനലിൽ നിന്നും പ്രോ സ്കില്ലിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ കരുതി ഉറപ്പായിട്ടും നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ ഈ കോഴ്സ് ചെയ്യണമെന്നുള്ളത്. എന്നെ സ്ഥിരമായി കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഇത്തവണ ഞാൻ ലെഗ് ഇഞ്ചുറി കാരണം 4 മാസമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് എന്നുള്ളത്. ഇഞ്ചുറിയുടെ 2 മാസത്തെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ ഇതാണ് ബെസ്റ്റ് ടൈം, നമുക്ക് നമ്മുടെ റെസിൻ കോഴ്സ് ചെയ്യാമെന്നുള്ളത്. സംഭവം കോഴ്സ് ഫീ ഒക്കെ അടച്ച് റെസിൻ കിറ്റ് കയ്യിൽ കിട്ടുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, കോഴ്സ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാൻ കരുതി തിരിച്ച് ഖത്തറിൽ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രോസ്കിലിന്റെ പ്രൊഫഷണൽസിന്റെ സഹായത്തോടെ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കോഴ്സ് ഫീ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിൻ കിറ്റ് നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും. ഒരു ക്ലോക്ക് ഉണ്ടാക്കാനുള്ള ബേസിക് സാധനങ്ങൾ എല്ലാതും അതിനകത്ത് ഇൻക്ലൂഡഡും ആയിരിക്കും. ഈ കിറ്റ് തുറന്നു കണ്ടപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയ ഏക ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളർ പിഗ്മെന്റ്സിന്റെ കളേഴ്സ് ആയിരുന്നു. എന്റെ ക്ലോക്കിൽ ആഡ് ചെയ്യാനായിട്ട് തന്നിരുന്നത് ഈ കാണുന്ന ഡാർക്ക് ബ്ലൂവും വൈറ്റ് കളറും ആയിരുന്നു. ആദ്യം കണ്ടപ്പോ എന്റെ മുഖം ശരിക്കും പറഞ്ഞ ഒന്ന് ചുളിഞ്ഞുപോയി. ഏതേലും ഒരു പേസ്റ്റൽ കളർ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷെ ട്രസ്റ്റ് മീ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഉണ്ടല്ലോ, മറ്റു പല പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്ലോക്കിനേക്കാൾ ലുക്ക് എനിക്ക് എന്റെ ക്ലോക്കിന് തന്നെയാണ് തോന്നിയത്. പണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ റെസിന്റെ ABCD പോലും അറിയാതെ ചെറിയ ചെറിയ പെൻഡൻസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നിങ്ങൾ ആരും മറന്നു കാണില്ലെന്ന് കരുതുന്നു. അന്ന് സാധനം ഉണ്ടാക്കിയെങ്കിൽ പോലും ആ പെൻഡൻസ് ശകലം ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പ്രൊഫഷണൽ ട്യൂട്ടേഴ്സിന്റെ ഹെൽപ്പോടെയാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കരുതി എന്റെ ലിവിംഗ് റൂമിലെ ഈ ബോറിംഗ് ക്ലോക്ക് ഉപേക്ഷിച്ചിട്ട് ഈ റെസിൻ ക്ലോക്കിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്നുള്ളത്. അപ്പൊ എങ്ങനെയാ, സാധനം പൊളിയല്ലേ? ഭാവിയിൽ കൂടുതൽ റെസിൻ പരീക്ഷണങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ ഹായ് അസ്നയ്ക്കുള്ളതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.